വട്ടപ്പാറ വടക്കേക്കുളമ്പ് നിവാസികളുടെ ആശങ്ക തീരുന്നില്ല. ചാറ്റൽ മഴ പെയ്താലും പുതിയ ആറുവരിപ്പാതയിൽ നിന്നുള്ള ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് വടക്കേക്കുളമ്പ് മേഖലയിലേക്കാണ്. റോഡ് നിർമ്മാണം നടക്കുമ്പോഴും പണി തീർന്നാലും ആശങ്ക വിട്ടൊഴിയുന്നുമില്ല. നഗരസഭയിലെ 33-ാം വാർഡിൽ ഉൾപ്പെടുന്ന വടക്കേക്കുളമ്പിൽ കൂടുതലും ഇത്തരം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കർഷക തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടും. 33-ാം വാർഡിൽപ്പെട്ട വട്ടപ്പാറ ഭാഗത്തും സ്ഥിതി ഇതുതന്നെയാണ്. ഇരു വാർഡുകളിലുമായി 100-ലേറെ കുടുംബങ്ങൾക്ക് മഴ പെയ്താൽ വേവലാതിയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കല്ലും ചെളിയും ഒഴുകിയെത്തിയത് ഇവരുടെ വീടുകളിലേക്കാണ്. രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി. വട്ടപ്പാറ മേൽഭാഗത്ത് കൂറ്റൻ കുന്നാണ് നെടുകെ പിളർന്ന് ആറുവരിപ്പാതയ്ക്കായി വെട്ടിനീക്കിയത്. ഇവിടെ നിന്നുള്ള ഉറവ താഴേക്ക് ഒഴുകുന്നുണ്ട്. വയഡക്ട് മേൽപ്പാലത്തിലേക്കുള്ള റോഡ് തുറക്കാനാണ് കുന്നിലെ മണ്ണ് നീക്കിയത്. കുന്നിന്റെ താഴ്വാരത്തിൽ ഒട്ടേറെ വീടുകളുണ്ട്. വേനൽ മഴയിൽ തന്നെ കനത്ത നാശനഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് മഴക്കാലം എത്തുമ്പോൾ അവസ്ഥ എന്താവുമെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. കാനകൾ നിർമ്മിച്ച് വെള്ളം താഴെ തോട്ടിലേക്ക് ഒഴുക്കിവിടണമെന്ന് വാടകമടക്കമുള്ളവർ ആവശ്യപ്പെട്ടതാണ്. നടപടിയുണ്ടായില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനിയും നടപടിയുണ്ടാക്കാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വാടകം മുജീബ് വാലാസി പറഞ്ഞു. ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ നിങ്ങളൊക്കെ കണ്ടൊരു കാഴ്ച കണ്ടില്ലേ? ആ മുകളിൽ നിന്ന് വയഡക്റ്റിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മൾ ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് 32-33 ഡിവിഷനിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വരുന്നത്. കൃത്യമായൊരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാതെ ഇവിടുത്തെ ഈ ഡിസൈനിങ് അടക്കം ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇത്. കാരണം ഇതൊരു പെട്ടെന്ന് ഉദ്ഘാടനം കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ നടത്തിയതുമായാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം മഴ പെയ്താൽ ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. എല്ലാ വീടുകളിലേക്കും വെള്ളം കയറാണ്. ഇവിടുത്തെ കിണറുകൾ നാശമായി. എല്ലാ അർത്ഥത്തിലും വീടുകളൊക്കെ പൊളിയാൻ നിന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഓരോ ഇത് പോകുന്ന വെള്ളം പോകുന്ന കാര്യങ്ങൾ കണ്ടാൽ വലിയ തോതിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മഴ എത്രത്തോളം ഉണ്ടാകുന്നു? ഇപ്പോൾ 2-3 ദിവസം റെഡ് അലേർട്ട് ഇറക്കിയാണ്. എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. അത്രയും ആശങ്കയിലാണ്. ഞങ്ങളെ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ വിളിച്ചിട്ട് ആകെ ആശങ്ക ആയിട്ട് ാണ് അവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു വലിയ പ്രതിവിധി ഉണ്ടായില്ല എങ്കിൽ ഇവിടുത്തെ അനേകം കുടുംബങ്ങൾ വെള്ളത്തിലാവും. അതുമാത്രമല്ല അവിടുത്തെ വീടുകളടക്കം പൊളിയേണ്ട സ്ഥിതിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ വിഷയം നമുക്കിവിടെ ഡ്രെയിനേജ് ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഇത് നമ്മൾ ഇവരെ ഒരു 2 വർഷം മുമ്പ് 2022 നമ്മൾ ഇവരെ പോയി കണ്ടപ്പോൾ ഈ ഒരു ഏരിയയിലെ ഒരു പ്രൊജക്റ്റിൽ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്രകാരം നമ്മൾ അന്ന് മുതൽ NHIനായിട്ടും അതുപോലെ KNRCൻ്റെ കമ്പനിയായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവർ ഇതുവരെ നമുക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തു തന്നിരുന്നില്ല. അപ്പോൾ അവസാനം MLA MP ഒക്കെ ഇടപെടുത്തിയിട്ട് അവർ ഒരു ഓപ്പൺ ഡ്രെയിനേജ് സ്ഥാപിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം അത് തന്നെയാണ് ഓപ്പൺ. അതാണ് പണി പൂർത്തീകരിച്ച് അവർ ഇറങ്ങുകയാണ്. കാരണം നമ്മൾ 2022 4-ാം മാസം മുതൽ കൗൺസിലിൽ ഇവിടെയുള്ള കൗൺസിലർമാരെ നിർദ്ദേശപ്രകാരം ചെയർമാൻ അന്ന് അവർക്ക് ലെറ്റർ കൊടുത്തിരുന്നു. NHIക്കും അതുപോലെ സർക്കാർക്കും ഒക്കെ നമ്മൾ ലെറ്റർ അയച്ചെങ്കിലും ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുവരെ അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഇവർ കഴിഞ്ഞ തവണ ഒരു താൽക്കാലിക കെട്ടിവെച്ചതാണ് ആ മണ്ണ് കൂമ്പകൾ. അതിനപ്പുറം വെള്ളം കവിഞ്ഞിട്ട് അവിടെയുള്ള ഒരുപാട് വീടുകളുടെ മതിൽ അതുപോലെ ഈ റോഡ് ഒക്കെ നാശമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിലൊരു സിമെൻറ്റിൻ്റെ ഒരു പൊടിയാണ്. ഈ വെള്ളങ്ങൾ ഒലിച്ചിട്ട് ഓരോ വീടുകളിലെ കിണറിൽ പോയി നോക്കിയാലും അവർക്കൊന്നും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കലക്ക് വെള്ളമാണെങ്കിൽ മഴ തോർന്നാൽ അത് നിൽക്കും. പക്ഷെ അതിൻ്റെ മേലെ എണ്ണ പാട കെട്ടിയ പോലെ സിമെൻറ്റ് വെള്ളമാണ് ഈ ഒരു ഏരിയയിലുള്ള മൊത്തം ആളുകൾക്കും. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇതുള്ളത്. ഇതിനൊരൊറ്റ സൊല്യൂഷൻ എന്നുള്ളത് ഡ്രെയിനേജ് തന്നെ ഉള്ളൂ. അതിന് നമ്മൾ അന്ന് മുതൽ അവരെ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വട്ടപ്പാറയിക്കാർ 3 വർഷമായിട്ട് ഉന്നയിക്കുന്ന വലിയൊരു ആവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 10-50 വർഷമായിട്ട് വട്ടപ്പാറയിക്കാർക്ക് വാഹനാപകടങ്ങളും മരണങ്ങളും ഒക്കെയായി ഗ്യാസ് സിലിണ്ടറിൽ ഒരു മറിഞ്ഞ് ആളുകൾ കൂട്ടത്തിറക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊക്കെ അവസ്ഥയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ പാലം വന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 3 വർഷമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം ഡ്രെയിനേജ് ഇല്ല. നാഷണൽ ഹൈവേ മറികടന്ന് വെള്ളം കുത്തിവലിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് കിണറുകൾക്കൊക്കെ വെള്ളം കുത്തിവലിച്ച് വരികയാണ്. അതിനൊരു പരിഹാരം വേണമെന്ന് ഇത് 3 വർഷമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ ആ പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ ബന്ധപ്പെട്ട KNRCയുടെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഈ ചാനൽ വളാഞ്ചേരി.
ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,